ഹാലലുയ. അതുകൊണ്ട് ഹാലലു ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനും ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കുന്ന ഓരോ കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ഞാൻ ഒരു വാക്യം ആദ്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാനും ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണരുത്തി. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും നിർമ്മതരായിരിക്കുവാൻ ഉണർന്നിരിക്കുവാൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരികെ ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടത്. ആമേൻ. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹാലലുയ. ഇന്നിവിടെ ഹാലലു പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതൽ കരുതുന്ന ഒരു ദൈവത്തിനെ കുറിച്ച് കേൾക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ മേരി ആന്റി ആണെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ പറയുവാനിടയായി കരുതുന്നവനായ ഒരു ദൈവത്തെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ പാട്ടുകളിലും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മെ കരുതുന്ന ഒരു കർത്താവ്. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം നമ്മുടെ ഉയരങ്ങളിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഹാലലുയ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 6-ാം വാക്യത്തില്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട 2 കാര്യമാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ഒന്നാമതായിട്ട് ദൈവത്തിന് കൃത്യമായ ഒരു സമയമുണ്ട്. അതായത് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. രണ്ടാമത് ഇവിടെ പറയുന്നത്, നാം ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മെ ഒന്ന് സമർപ്പിക്കുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. അത് ഹാലലുയ നമ്മുടെ ഹിതമല്ല, നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കണം. രണ്ടാമതായിട്ട് അവിടെ വ്യക്തമാക്കി തരുന്നത്, ദൈവത്തിന്റെ കൃത്യസമയത്ത് നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം, ഒന്ന് സമർപ്പിക്കുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അങ്ങനെയെങ്കിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുകയും. ദൈവമക്കളെ, മനുഷ്യൻ വിവിധ തരത്തിലുള്ള ചിന്തകളുണ്ട്, ആകുലതകളുണ്ട്. എന്നാൽ നമ്മുടെ സകല ചിന്തകളും ആകുലതകളും ചുമക്കാമെന്ന് ഹാലലുയ ആമേൻ അരുളി ചെയ്ത ഒരു അരുമനാഥൻ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. സങ്കീർത്തനം 55-ന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അപ്പോൾ ഏത് തരത്തിലുള്ള ഭാരമായാലും ആമേൻ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുന്ന ഏത് വിധത്തിലുള്ള ഭാരമായാലും ആമേൻ, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, കടപ്പാരങ്ങളായിരിക്കാം, അത് എന്തു തന്നെ ആയിരുന്നാലും ഹാലലുയ, കഷ്ടതയോ ദുഃഖമോ എന്തു തന്നെ വന്നാലും ഹാലലുയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊടുത്തിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹാലലുയ നമ്മുടെ കരത്തെ പിടിച്ചിരിക്കുന്ന ആരാ? സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവാണ് പറയുന്നത്, നിന്റെ ഭാരത്തെ എന്റെ മേൽ വെച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഭാരം ചുമന്ന് നടക്കേണ്ട കാര്യമില്ല ദൈവമക്കളെ. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആകയാൽ നമ്മുടെ ആകുലതകളും ഭയങ്ങളും ഭാരങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിലൊന്ന് അർപ്പിക്കുവാൻ ഹാലലുയ സമർപ്പിക്കുവാൻ തയ്യാറായാൽ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ ഹാലലുയ നടത്തുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ദൈവത്തിന് സ്തോത്രം. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ തലമുറകളെ എല്ലാം ഹാലലുയ കരുതുവാൻ അവൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനേക പേരുകൾ വിശുദ്ധ ബൈബിളിൽ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹാലലുയ. ഒന്നാമത് യഹോവ ഇരേ, ഹാലലുയ, യഹോവ റാഫ, യഹോവ ഷമ്മ, യഹോവ ഷാലോം. ഇതൊക്കെ പറയുമ്പോൾ യഹോവ ഇരേ എന്ന് പറയും, യഹോവ കരുതുന്ന ഒരു ദൈവം. ആമേൻ. റാഫ എന്ന് പറയുമ്പോൾ യഹോവ നമ്മെ സൗഖ്യദായകനായ ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഷമ്മ എന്ന് പറയുമ്പോൾ സമാധാനം നൽകുന്ന ഒരു കർത്താവ്. ആമേൻ. യഹോവ ഷാലോം എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹാലലുയ ദൈവത്തിന് സ്തോത്രം, നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്. ഷമ്മ നമ്മോട് കൂടെയിരിക്കുന്നു. എന്നാന്നറിയത്തില്ല ജീവിതത്തിൽ ഹാലലുയ കർത്താവ്
ഹാലലു മറക്കാത്തവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്ന ഒരു സ്ത്രീ തന്നെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരേ ഒരാൾ മാത്രമാണ് പറയുന്നത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് അത്രയും നമ്മെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കും അതുവരെ നമ്മെ ഹല്ലേലൂയ ഇത്രത്തോളം നമ്മെ കരുതുവാനോ ഇത്രത്തോളം നമ്മോട് കൂടെ ഇരിക്കാമോ എന്ന് ആർക്കും ഗ്യാരണ്ടി പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മെ ദൈവം കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നീതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജയക്കൊടിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധീകരിക്കുന്നവനാണ്. നമ്മെ ഇടയനാണ്. ഹല്ലേലൂയ. നമ്മുടെ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പറഞ്ഞാലും ഹല്ലേലൂയ മതിയാകാത്തവണ്ണം നമ്മെ കർത്താവ് സ്നേഹിച്ച് ഓരോ ദിനവും വഴി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ആ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാൻ. നമുക്കറിയാം അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് വചനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ അതിന്റെ പശ്ചാത്തലം ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളക്കടവിൽ 38 വർഷമായിട്ട് ഹല്ലേലൂയ കിടന്ന ഒരു രോഗി ആമേൻ കർത്താവിനോട് പറയുന്നതായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതിന്റെ 5-4 ഇങ്ങനെ നാം വായിക്കുന്നു, അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവർ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടോ, അതത് സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ഏതാണ് ഈ അതത് സമയം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കൃത്യമായ സമയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് 38 വർഷമായി അവിടെ കിടന്ന വ്യക്തിയെ നമുക്ക് നോക്കിയാൽ ഒന്ന് കാണുവാൻ കഴിയും. അവൻ മനുഷ്യനിൽ ഒത്തിരി ആശ്രയിച്ചു ദൈവത്തോട്, കർത്താവിനോട്, യേശുവിനോട് അവൻ പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് എഴുന്നേൽക്കുവാൻ വയ്യാതെ കിടക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. അത് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ആദ്യം ഇറങ്ങുന്നവർ വിടുവിക്കപ്പെടുവാനിടയാവും. ദൈവമക്കളെ, ഹല്ലേലൂയ, അവിടെ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, താൻ മനുഷ്യരിലൊക്കെ ഒത്തിരി ആശ്രയം വെച്ചു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാം സ്വാർത്ഥരാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കാരണം അവനവന്റെ വിടുതലിന് വേണ്ടിയാണ് അവരെ ഹല്ലേലൂയ ആദ്യം കുളത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കരച്ചിലൊന്നും മനുഷ്യന് ചിലപ്പോൾ കാണുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഹല്ലേലൂയ. എന്നാലും അദ്ദേഹം ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ, എന്നെ ആരെങ്കിലും ഈ കുളത്തിലൊന്ന് ഇറക്കിയിരുന്നുവെങ്കിൽ എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിന് കഴിയാതിരുന്നു. അത് യേശുവിനോട് താൻ പരാതി പറയുകയാണ്. ഹല്ലേലൂയ. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. ആ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പോൾ യേശുവിന് അവന്റെ അവസ്ഥ മനസ്സിലായി. ഹല്ലേലൂയ. ലാസ്റ്റ് ടൈം ഹല്ലേലൂയ കർത്താവിൽ അവൻ ആശ്രയം വെക്കുകയാണ്. അതുവരെ അവൻ മനുഷ്യനിൽ ആശ്രയം വെച്ചിരുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് ഇറക്കുമെന്ന്, ആരെങ്കിലും എന്നെ കരം പിടിച്ച് ആ കുളത്തിലേക്ക് ഇറക്കുമെന്ന് അവന് മനസ്സിലായി. ആരും തന്നെ സഹായിക്കുകയില്ല. ഹല്ലേലൂയ. അവസാനം അവൻ യേശുവിനോട് തന്റെ കാര്യം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശുവിന് അവനെ മനസ്സിലായി. ഇപ്പോൾ അവൻ എന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ അവനെ വിടുവിക്കുവാൻ ഇടയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ വളരെ വേഗം ഹല്ലേലൂയ ചിലരെ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ആമേൻ, ഹല്ലേലൂയ. കല്യാണ വീട്ടില് ഹല്ലേലൂയ വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം തന്നെ യേശുവിന്റെ അമ്മ മറിയ വന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. 2-ന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു കർത്താവ് മറിയയോട് പറയുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കൃത്യമായ ദൈവത്തിന്റെ ടൈമിങ്. ഹല്ലേലൂയ. അതിനെ കുറിച്ച് അവിടെ പറയുന്നു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം യഹൂദന് ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ പ്രത്യേക ഒരു കല്യാണ ഭവനമാണ്. അവിടെ വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാല് അവന് ഹല്ലേലൂയ അവിടെ അപമാനിതനായി തീരുവാനിടയാവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ
മേഖലയായി തകർന്നു പോകുന്ന ആ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ആ ലാസ്റ്റ് മൂമെന്റിൽ കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാനും അവൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരുടെ മധ്യത്തിൽ നിന്ദിക്കപ്പെടാതെ ഹല്ലേലൂയ മാനിക്കപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 22-ാം അധ്യായത്തിന്റെ 9 മുതൽ ഇങ്ങോട്ട് വായിക്കുന്ന സമയത്ത് അബ്രഹാമിനോട് ഹല്ലേലൂയ ദൈവം പറയുന്നൊരു കാര്യം, ഇത് 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിനോട് താൻ സ്നേഹിക്കുന്ന തന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് ദൈവം അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹാലിൽ അബ്രഹാം മകനെ കൂട്ടി, നമുക്ക് ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയവരാകെയുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതിന്റെ 9-ാം വാക്യം ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നു, അവർ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഒന്ന് ചിന്തിക്കണം, വർഷങ്ങളോളം കാത്തിരുന്ന് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരാണ് അബ്രഹാമും സാറയും. ഹല്ലേലൂയ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ ആ കാത്തിരിപ്പിനൊടുവിൽ വാഗ്ദത്തമായ ഇസ്ഹാക്കിനെ കരങ്ങളിൽ ലഭിച്ചതാണ്. എന്നാൽ ഇവിടെ കർത്താവ് ദൈവം പറയുന്നത് എന്താണ്? ആമേൻ ഹല്ലേലൂയ. അങ്ങനെ കാത്തിരുന്ന് നിനക്ക് ലഭിച്ച ഇസ്ഹാക്കിനെ ഹല്ലേലൂയ യാഗം കഴിക്കുവാനാണ് പറയുന്നത്. ആ മാനസികാവസ്ഥയൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. തങ്ങൾ ഓമനിച്ച് സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്വർഗ്ഗസ്ഥനായ പിതാവ് പറയുവാണ്, നീ സ്നേഹിക്കുന്ന ഹല്ലേലൂയ അവിടെ വേറെ ആരെയുമല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആവശ്യത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മറഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്രഹാമേ, നീ ഈ മകനെയാണോ അതോ എന്നെയാണോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ദൈവം ഹല്ലേലൂയ അറിയുവാൻ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനാണ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവം ഇങ്ങനെ പറയുവാനിടയായത്. ദൈവമക്കൾ, ഇതുപോലെ ദൈവം ഹല്ലേലൂയ നമ്മിലും പല കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് നമ്മെ ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ ആമേൻ. ദൈവത്തോട് നമുക്ക് കൂടുതൽ പ്രിയമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടാണോ അതോ ഈ ലോകത്തിലെ മറ്റെന്തിനോടെങ്കിലും ആണോ നമ്മുടെ സ്നേഹം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിനോട് നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ എന്ന് ദൈവത്തിന് തോന്നുമ്പോൾ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നൽകി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അത് നമ്മൾ ജയിക്കുവാനായിട്ട് ഇടയാകണം. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സാകുവാൻ ഇടയാകണം. ദൈവമക്കളെ, അനേകർ ഹല്ലേലൂയ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ അനേകർ തോറ്റുപോയിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ലെന്നുള്ളത് പൂർണ്ണ ഹല്ലേലൂയ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഹല്ലേലൂയ നമ്മൾ ആ ടെസ്റ്റ് ദൈവം എന്ത് നമ്മളോട് പറയുന്നു അതിനെ ജയിപ്പാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. എന്നാൽ ഇസ്ഹാക്കിനെ പ്രസവിച്ച സാറയോട് പോലും ആമേൻ ഹല്ലേലൂയ അബ്രഹാം ഒരു പെർമിഷൻ ചോദിക്കുവാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ആരാധനയുടെ ഉടമ്പടി ഉള്ളത് ദൈവവുമായിട്ടാണ്, അല്ലാതെ തന്റെ ഭാര്യയുമായിട്ടല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ തന്റെ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിനോട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനോടാണ് ആമേൻ ഹല്ലേലൂയ അബ്രഹാമിന് കൂറുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു അതനുസരിക്കുവാൻ താൻ തയ്യാറാകുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അതിന്റെ നമുക്ക് വായിച്ചു വരുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം 10, 11, 12 വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കറിയാം ഹല്ലേലൂയ അവിടെ യാഗപീഠമൊക്കെ ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ അതിനെ പറയുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് സമയം പറയുന്ന അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാലന്റെ മേൽ ഓങ്ങിയ സമയം ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അതാണ് ആ സമയമാണ് പെർഫെക്റ്റ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവരെ ദൈവം പരീക്ഷിച്ചു കൊണ്ടിരുന്നു അബ്രഹാമിന്. ഹല്ലേലൂയ അല്പമെങ്കിലും, കാരണം മകനോട് കൂടുതൽ സ്നേഹമെങ്കിൽ പിന്മാറി പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ഒരു ടൈമില് തന്റെ മാനസിക അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം ആ ഒരു അങ്ങനെയുള്ള സംഭവത്തിൽ കൂടെ നാം കടന്നു പോയിരുന്നെങ്കിൽ എങ്ങനെയായി തീർന്നേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് താൻ ഒന്നും നോക്കിയില്ല, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം തന്നിൽ നിറഞ്ഞു കവിയുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. കത്തിയെടുത്ത് ബാലന്റെ മേൽ ഓങ്ങിയപ്പോൾ അബ്രഹാമേ അബ്രഹാമേ ഹല്ലേലൂയ ആമേ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുവാനിടയായി. ബാലന്റെ മേൽ നീ കത്തിവെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സമയമാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്ര കൃത്യമായ ഒരു ടൈമിംഗ് ആയിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ പരീക്ഷിക്കും. ദൈവം നമ്മളോട് ഹല്ലേലൂയ പല വിധത്തിൽ കൂടെ നമ്മെ ഹല്ലേലൂയ ഇടപെടുവാൻ ഇടയാവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളുടെ എന്തെല്ലാം വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവര്, ആകുലപ്പെടുന്നവര്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവര്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഒരിക്കലും ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ഇട്ടേച്ചു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ആമേൻ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ആദ്യം കണ്ടത് ഹല്ലേലൂയ 38 വർഷത്തോളം ആമേൻ രോഗക്കിടക്കയിൽ കിടന്നൊരു വ്യക്തിയാണ്. ആമേൻ. അത്രയും വർഷം നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം എന്തുകൊണ്ട് അദ്ദേഹത്തെ നേരത്തെ സൗഖ്യമാക്കിയില്ല. എന്നാൽ ദൈവമക്കളെ, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെച്ചപ്പോൾ ആമേൻ അവന് വിടുവിക്കപ്പെടുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ കാനാവിലെ കല്യാണത്തിന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാന നിമിഷമാണ് താൻ നിന്ദിക്കപ്പെടും, മറ്റുള്ളവരുടെ മധ്യത്തിൽ ആ വീട്ടുകാർ നിന്ദിക്കപ്പെടുമെന്ന് തോന്നിയ നിമിഷം. പ്രൈസ് ദി ലോർഡ്. മറിയ പോലെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. എന്നാൽ പറയുന്നത് എന്താണ്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഹല്ലേലൂയ മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും ആമേൻ ഹല്ലേലൂയ നമ്മുടെ സഹായം വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ നാം ആശ്രയിക്കുന്നുവെങ്കിൽ പൂർണ്ണമായി ദൈവം നമ്മെ ഹല്ലേലൂയ വിടുവിപ്പാനിടയാവും. ആ കർത്താവിന്റെ തക്ക സമയത്ത് അത്ഭുത വിടുതലുകൾ നടക്കുവാനിടയാവും. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ബൈബിളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾക്ക് ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാൾ നിങ്ങൾ കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതായത് ഇവിടെ മോശയുടെ നേതൃത്വത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വരെ വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മുന്നോട്ട് നോക്കിയപ്പോൾ ചെങ്കടല്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം അവരെ പിന്തുടരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 29-30 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കാണുന്നു, ഇസ്രായേൽ മക്കൾ കടലിൻ നടുവിൽ ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലാസ്റ്റ് മൂമെന്റ് വന്നപ്പോൾ ഹല്ലേലൂയ മോശയ്ക്കെതിരെ പോലും ഇവർ പിറുപിറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഇവിടെ ഇട്ട് ഞങ്ങളെ കൊല്ലുവാനാണോ? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയുവാനിടയായി. ദൈവമക്കളെ ഹല്ലേലൂയ. മുൻപിൽ ചെങ്കടല്, പുറകിൽ ഫറവോന്റെ സൈന്യം. പ്രൈസ് ദി ലോർഡ്. ആ ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ ഹല്ലേലൂയ ദൈവം ഇടപെടുവാനിടയായി. മോശ പോലും ഒരുപക്ഷെ അവിടെ ഹല്ലേലൂയ ശങ്കിച്ച് നിന്ന് കാണാം, എന്ത് ചെയ്യും, എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ നോക്കേണ്ടവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ കർത്താവ് ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാനിടയായി. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ ഒരു ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു പോകുന്നത്? ദൈവമക്കളെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് ഹല്ലേലൂയ ഒന്നും അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വർഷിപ്പിൽ പാടിയതുപോലെ മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിവുള്ളവന്, തടസ്സങ്ങളെ നീക്കുവാൻ കഴിവുള്ളവന്, ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കുവാൻ കഴിവുള്ളവന്, യേശുവിൽ
ജയമെടുക്കുകയാണ്. ആ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഹല്ലേലൂയ അവിടെ ആ ജനം കാണുവാൻ, അവരുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, അവസാന നിമിഷം എന്താണ്? ഇസ്രായേൽ മക്കൾ കടലിന് നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര ഹല്ലേലൂയ. ഒരു വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ആമേ, രണ്ട് സൈഡ് മതില് പോലെ വെള്ളം നിൽക്കുകയാണ് ആ ഉണങ്ങിയ നിലത്തുകൂടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ജനം കടന്നു പോകുവാനിടയായി. ഇങ്ങനെ ആ ദിവസം, അതിന്റെ 30-31 ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ ആ ദിവസം ഇസ്രായേലിയരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. അതിന്റെ 31 വാക്യം വായിക്കുന്നു. യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവയെ ഭയപ്പെടുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം അവിടെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. തന്റെ ദാസനായ മോശയിൽ യഹോവയിൽ വിശ്വസിക്കുവാൻ ആ ജനത്തിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുവരെ പിറുപിറുത്ത ജനം ഹല്ലേലൂയ പിന്നത്തേതിൽ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. എത്ര കൃത്യമായ സമയമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഒരു നിമിഷം കൂടെ വൈകിയിരുന്നിൽ ഫറവോന്റെ സൈന്യം ഇവരെ നശിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇവർ ചെങ്കടലിൽ ചാടിച്ചാകേണ്ട ഗതികേട് വന്നേനെ. എന്നാൽ ഇതിനൊന്നും ഇടയാക്കാതെ തന്നിൽ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവന് വഴിയിൽ ഉപേക്ഷിക്കുന്ന കർത്താവല്ല. അവിടെ വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഹല്ലേലൂയ വചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. എത്ര കൃത്യമായ സമയത്താണ് ദൈവം വിടുവിക്കുന്നത്. ദൈവമക്കളെ, നാം പ്രശ്നങ്ങളുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആമേൻ. നമ്മൾ തീർവിർത്തു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ കണ്ട് ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാവും. എന്നാൽ ഒന്നോർക്ക ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അടുത്ത നിമിഷം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ ഹല്ലേലൂയ ഒരു നാളും എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നുവെങ്കിൽ ആമേൻ, എന്നെ കേൾക്കുന്നവരെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായി യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നീ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ എന്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ആമേൻ. എന്നോട് പറ്റിയിരിക്കുന്നവരെ ഞാൻ വിടുവിക്കുന്ന ദൈവമെന്ന് കർത്താവിന്റെ വചനമംഗലം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. നമുക്ക് ഏലിയാവിന്റെ ചരിത്രങ്ങളിലൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഹല്ലേലൂയ സമയം അത് മുന്നോട്ട് പോയത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അല്പമായ എന്റെ ആ സാക്ഷ്യം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഹല്ലേലൂയ സമയം വളരെ മുന്നോട്ട് പോയല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ബൈബിളിൽ അനവധി കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തിന്റെ ആമേൻ അത്ഭുത കരം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാനിടയാവും. നാം ഒന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മനുഷ്യരിൽ ആശ്രയിക്കാൻ, ദൈവത്തിൽ നിന്ന് ആശ്രയിക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് വലിയ ഹല്ലേലൂയ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രിയാണ്ടി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പല സാക്ഷ്യങ്ങളും എന്റെ യൂട്യൂബിനകത്ത് കിടക്കുന്നത് കൊണ്ട് ഞാൻ അത് പറയുവാൻ ആഗ്രഹിക്കില്ല. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയ ഹല്ലേലൂയ വിഷയങ്ങളൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് വിസ എടുക്കുവാനായിട്ട് തയ്യാറായി. എന്നാൽ ആദ്യം ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ എല്ലാ പേപ്പറുകളും ശരിയാക്കി കൊടുത്തെന്നാൽ ആദ്യം ഞങ്ങളുടെ വിസ റിജക്ട് ആകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ റിജക്ട് ആയ സമയത്ത്, എന്നാൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പോയണമെന്നുള്ള ആ ഒരു ചിന്തയൊന്നുമില്ലായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ വളരെ നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ പോകാനിടയാ ഇതിന്റെ പേപ്പറുകൾ വർക്ക് ചെയ്യാൻ കൊടുത്തത്. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന് റിജക്ട്
ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു മാനസികമായ ഒരു ചെറിയ ഭാരം ഉണ്ടായി. ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ദൈവമേ എന്ന് ഇങ്ങനെ ചോദിക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ചില മാസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി ഞങ്ങൾക്ക് മനസ്സിലാകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ എന്റെ മകൾ ഷാരൺ ഹല്ലേലൂയ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കേൾക്കുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ഞങ്ങൾ ചിന്തിച്ചു, കുഞ്ഞിന്റെ ആ ഡെലിവറി ടൈമിലേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ചെല്ലുവാൻ ആഗ്രഹിച്ചു. ഞങ്ങള് വീണ്ടും ഹല്ലേലൂയ ഇത് പ്രോസസ്സിങ് നടന്നു, പേപ്പർ വർക്ക് എല്ലാം നടന്നപ്പോൾ അത് അഴിച്ചു കിട്ടുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചേ, ആദ്യം അത് റിജക്റ്റ് ആയതിന്റെ കാരണം, ആദ്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ 6 മാസം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ടേ അടുത്ത നമുക്ക് അവിടെ കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും കുഞ്ഞിന്റെ ഡെലിവറി ടൈം എല്ലാം കഴിയും. അപ്പോൾ ആ കൃത്യസമയത്ത് കുഞ്ഞിന്റെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ആണ് ആദ്യത്തെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന് ഇങ്ങനെയാണ് നമ്മുടെ വിഷയങ്ങൾ ഓരോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഒരു വലിയ അത്ഭുതമായിട്ടാണ് നടന്നത്. കാരണം ഞങ്ങൾ UK വിസയാണ് ആദ്യം എടുത്തത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ നിന്ന് അയർലൻഡിലേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അയർലൻഡിൽ അവിടെ കിട്ടുവാനായിട്ട് വളരെ പ്രയാസമായിരുന്നു UK നിന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചപ്പോഴാണ് അതിന്റെ ഏജന്റ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ വിസ ഏത് തരത്തിലുള്ളതാണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അതിന്റെ കോപ്പി ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയച്ചു കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് പോലും അറിയാത്ത ആ കാര്യം അവിടെ അദ്ദേഹം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് UK പ്ലസ് അയർലൻഡ് വിസ ഒന്നിച്ചാണ് അടിച്ചു കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ മകൻ ഷിൻസൺ പോലും അവിടുന്ന് അങ്ങോട്ട് പോകാൻ നോക്കിയിട്ട് അവരുടെ വിസ അവിടെ റിജക്റ്റ് ആയതാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എന്റെ ദൈവത്തിന്റെ കരുതൽ എത്ര വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് 2 മാസം മുമ്പെങ്ങാണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം അവിടെ തുടങ്ങിയത്. അപ്പോൾ അതായത് UK പ്ലസ് അയർലൻഡ് UKV അങ്ങനെയുള്ള ഒരു വിസയാണ് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാമെന്നുള്ളൊരു വിസയാണ് ലഭിച്ചത്. ദൈവത്തിന്റെ കരുതൽ എത്ര വലിയതാണ്. ആ ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിന് നമ്മൾ അവിടെ ചെല്ലണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലർക്കും കഴിയാതിരുന്ന സ്ഥാനത്ത് എന്റെ കർത്താവിന്റെ കൃപയാൽ എന്നല്ലാതെ ഒന്നും പറയുവാനില്ല. ദൈവം ആ തക്ക സമയത്ത് അവിടെ എത്തുവാനായിട്ട് ഇടയാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതലിനെ ദൈവം നൽകി തരികയും ഹല്ലേലൂയ മോളെ കുഞ്ഞിനെയൊക്കെ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകുന്ന സന്തോഷമാണ്. എന്നാൽ കർത്താവെ, ദൈവത്തെ ഉയർത്തുവാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവമക്കളെ, ഹാലയിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു ശകലം പോലും ഞങ്ങൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്റെ മോള് എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, എന്നെ നോക്കാൻ വന്നെന്ന് പറഞ്ഞ് പപ്പയും മമ്മി ഇവിടെ അടങ്ങിയിരിക്കരുത്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തോണോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഹല്ലേലൂയ അവിടെ ഉപവാസ പ്രാർത്ഥനകള്, അതുപോലെ ഭവനത്തിലെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ വിളിക്കുവാനും അനേക ഇടങ്ങളിൽ പോയി അനേക കൺവെൻഷൻ, അവിടെ UK കൺവെൻഷന് എല്ലാ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിന്റെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളിൽ കൂടി പലരും എന്നോട് പറയുവാനിടയായി. പ്രിയ സൂസനാൻഡി വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല വേദികളിൽ ഇനി നിർത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി ഓൺലൈനിൽ മാത്രമല്ല പല വേദികളിൽ നിർത്തുമെന്ന്. ആമേൻ. അപ്രകാരം ദൈവത്തിന് സ്തോത്രം. അനേക വേദികളെ ദൈവം ഒരുക്കി തരുവാനിടയായി. ആമേൻ. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്കൊന്നും പുകഴുവാനോ പ്രശംസിപ്പാനുമില്ല. എന്റെ കർത്താവിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മുടെ റീജ ബിജു സിസ്റ്റർ ഇങ്ങനെ ഞങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് ഇങ്ങനെ ഒരു ദൂത് പറയുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു അധികാര കൈമാറ്റ ശുശ്രൂഷ അവിടെ ചെയ്യപ്പെടും മകന് ഹല്ലേലൂയ എന്ന് പറയുവാനിടയായി. അപ്രകാരം ദൈവമക്കളെ, എന്റെ പൈതൽ ഹല്ലേലൂയ അവിടെ ജോലിയോടുകൂടി ആമേൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോട് കൂടി തന്നെ ഹല്ലേലൂയ പൈതൽ ഹല്ലേലൂയ കർത്താവിന്റെ വേലയും ചെയ്യുന്നു. ആമേൻ. അവിടെ ചർച്ച തുടങ്ങുവാനും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ഒരു ചർച്ച് ഹല്ലേലൂയ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവിടെ പോയി ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിനേക്കാളൊക്കെ ഉപരിയായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ പൈതലിന്റെ പാസ്റ്റർ ഓർഡിനേഷൻ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് ഹല്ലേലൂയ പ്രിയ റീജ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച
ദൈവത്തിന് സ്തോത്രം. അതിൽ പരം ഒരു ഭാഗ്യം നമുക്കൊന്നുമില്ല ദൈവമക്കളെ. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ അയർലൻഡില് നമ്മുടെ ലാലിസിന്റെയും മേരി ആന്റിയുടെയും കുഞ്ഞുങ്ങളെ കാണുവാനും അവരുടെ ഭവനങ്ങളിൽ കടന്നു പോകുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. നമ്മുടെ ജോയ് സിസ്റ്ററിന്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ കാണാമോ ഫേസ്? ആമേൻ. ജോയ് സിസ്റ്റർ ഫേസ് കാണുന്നില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ജോയ് സിസ്റ്ററിന്റെ മകളെയും എല്ലാം കാണുവാനും സന്തോഷിപ്പാനും ഒക്കെ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമായിരുന്നു. അവിടെ അനേക ചർച്ചകളിൽ പോയി. പിന്നെയും അനേകം വിളിച്ച് പക്ഷെ ഞങ്ങൾക്ക് പോകാൻ കഴിയാതെ ഉള്ള അവസ്ഥയായി പോയി. കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞങ്ങള് അയർലൻഡിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് രാവിലെ ഒരു 6 മണിക്കായിരുന്നു. എന്നാൽ രാത്രി 12 മണി ആയപ്പോഴാണ് ഞങ്ങള് ഒരു ഭവനത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. കാരണം അത്രയ്ക്ക് അതുപോലെ ദൈവം അവിടെ മാനിക്കുവാനിടയായി. കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ് പറയാൻ. ഇപ്പോഴും എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴാ നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചിട്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം കണ്ട് അതുപോലെ ഹല്ലേലൂയ ഒരു അത്ഭുതം, അനേക അത്ഭുതങ്ങൾ നടന്നു. എന്നാൽ ഞങ്ങൾക്ക് എടുത്തു പറയാൻ ഒരു വിഷയമുള്ളത്. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അവിടെ ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞു, ഒരു ആരാധനാലയത്തിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ടൈം വളരെ മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു ആരാധന കഴിഞ്ഞ് ഞങ്ങള് ഞായറാഴ്ചത്തെ രാവിലത്തെ ആരാധന കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകണം. അതിന് 2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുവാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ആ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി. ദേവദാസിനോട് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആന്റിയും പാസ്റ്റങ്ങളും എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വളരെ ധൃതി പിടിച്ചു. കാരണം അവിടെ ചെന്ന് ആ ടൈമിലെ ഞങ്ങൾക്ക് ഓടിയെത്താനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് വളരെ ധൃതി പിടിച്ചു പോയതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ഷാജ ഇങ്ങനെ പറയുവാനിടയായി, ഞങ്ങൾ എത്ര രാത്രി ആയാലും വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവിടുന്ന് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി തിരിച്ചു വന്നിട്ട് ആമേൻ ആ സിസ്റ്റർ വിളിക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ വളരെ ഹൃദയവേദനയോടാണ് സഹോദരി വിളിക്കുവാനിടയായത്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ തന്റെ 2 പൈതങ്ങളുണ്ട്. ഇളയ മകന് 5 വയസ്സ്, ഇപ്പോൾ 6 വയസ്സുണ്ട്. 6 വയസ്സായപ്പോൾ ഹല്ലേലൂയ ആ പൈതൽ ജനിച്ചപ്പോൾ മുതൽ അവന്റെ ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ സമയത്തൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് 6 വയസ്സാവുമ്പോൾ അവനെ ഓപ്പറേഷൻ ചെയ്യാം, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അവന് 6 വയസ്സായി. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ പൈതല് അമ്മയോട് ഇങ്ങനെ പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മമ്മി, ഞാൻ മരിച്ചു കിടക്കുന്ന കാണുന്നു. എന്നെ ഒരു വെള്ള തുണിയിട്ട് പൊതിഞ്ഞു കിടക്കുന്ന ഞാൻ കാണുന്നു എന്നൊക്കെ ഇങ്ങനെ പൈതല് പറയുമ്പോൾ ഈ അമ്മയുടെ അപ്പന്റെ ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ പിറ്റേ ദിവസം ഇവര് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നത് ഞായറാഴ്ച രാത്രിയില്. ഇവര് തിങ്കളാഴ്ച ഒന്നുകൂടെ പോകുന്നുണ്ട്. അത് ബുധനാഴ്ച പൈതലിന്റെ സർജറി നടക്കുക. അങ്ങനെ ഇരിക്കെ തിങ്കളാഴ്ച ഇവര് ഹോസ്പിറ്റൽ അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഇതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിടെ വലിയൊരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി കൃത്യം 12 മണി കഴിയുമ്പോൾ ഹല്ലേലൂയ കത്തി തൊടാതൊരു ശസ്ത്രക്രിയ ആ പൈതലിന്റെ ഹൃദയത്തിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വരാതൊരു ശസ്ത്രക്രിയ ഹല്ലേലൂയ ആ പൈതലിന്റെ ഹൃദയത്തിൽ നടക്കുമെന്ന് പറയുവാനിടയായി. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരത് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം പൈതലിനെയും കൊണ്ട് ഹല്ലേലൂയ ഇവർ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി അവനെ ആദ്യം ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി പൈതലിനെ കയറ്റി. ഡോക്ടർ വന്ന് ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ പൈതലിന് സംഭവിച്ചത്? ഹല്ലേലൂയ. അവൻ ആബ്സല്യൂട്ട്ലി നോർമൽ ആണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവന് യാതൊരു കുഴപ്പമില്ല അവന്റെ ഹാർട്ടിന്. പ്രൈസ് ദി ലോർഡ്. അവൻ ആബ്സല്യൂട്ട്ലി നോർമൽ ആണെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ കിടന്ന് ഹല്ലേലൂയ ആ സഹോദരി സന്തോഷത്തോടെ ഞങ്ങളെ ഫോൺ വിളിക്കുവാനിടയായി. ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ സഹോദരി ഞങ്ങളെ വിളിക്കുവാനിടയായി. ദൈവദാസനെ, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പിന്നീട് പൈതൽ ഒരു ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ട് വന്നില്ല. ഇന്നും ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ അവരായിരിക്കുന്നു. ആ കുഞ്ഞ് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം.
ഹാലേലുയ. ദൈവമക്കളെ, ഞാനത് പറഞ്ഞത് ദൈവത്തിനൊരു കൃത്യ ടൈമിംഗ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ ആ സമയത്ത് ഹാലേലുയ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാവും. പ്രൈസ് ദി ലോർഡ്. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക കാര്യങ്ങൾ അവിടെ നടന്നതായ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഒരു ഹൈന്ദവ പയ്യനെ സ്നാനപ്പെടുത്തുവാന് അവന് സ്നാനത്തിന്റെ ക്ലാസ് കൊടുക്കുവാനും സ്നാനപ്പെടുത്തുവാനൊക്കെ ഇടയായി. ഒരു പ്രിയ സഹോദരി സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ നടന്നു. ഇപ്പോൾ ഹാലേലുയ ഒരു എന്റെ മകന്റെ ഒക്കെ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്തോത്രം ഇറാനിയൻ ലേഡി, അവർ മുസ്ലിമാണ്. ആമേൻ. ഇവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കണ്ട് അവര് ദൈവത്തിന്റെ സ്തോത്രം ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടാൻ തുടങ്ങി. അവർ മുസ്ലിംസ് ആണ്. എങ്കിലും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ആന്റി, താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടാൻ തുടങ്ങി. സൺഡേ സ്കൂളിൽ വിട്ടപ്പോൾ അവിടെ ജനിമോളും മോനും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുവാനിടയായി. നമ്മുടെ കർത്താപ്പച്ചന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി എന്നിങ്ങനെ പറയുവാനിടയായി. അങ്ങനെ ഇരിക്കുകയാണ് അവന്റെ മമ്മിക്ക് വളരെ തലവേദനയാൽ ഭാരപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അവരുടെ പിതാവ് അവരെ ഉപേക്ഷിച്ചു പോയതാണ്. ആമേൻ. എന്നാൽ ദൈവമക്കളെ, പ്രിയ സഹോദരി അവിടെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവള് ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഭയങ്കര ഐക്യമുള്ളൊരു അതിന്റെ ഉടമയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിയാണ് അവർക്ക്. ദൈവത്തിന് വളരെ സാലറി, അങ്ങനെ ഒരു നല്ല ഒരു ചുറ്റുപാടിൽ താമസിക്കുന്ന ഒരു സഹോദരിയാ. എന്നാൽ ദൈവമക്കളെ, അവർക്ക് തലവേദനയാൽ പലപ്പോഴും ജോലിക്ക് കടന്നു പോകാൻ കഴിയാതെ വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ കുഞ്ഞുങ്ങള് ഈ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങള് ഈ തന്റെ മാതാവിനോട് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, മമ്മി ജീസസ് ഹീൽ ചെയ്യും മമ്മിയെ എന്ന് ഇങ്ങനെ പറയുവാനിടയായി. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുവാനിടയായി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ തന്നെ വിശ്വാസത്തോടുകൂടി അമ്മയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് ഇവള് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾക്ക് സ്കാൻ ചെയ്തപ്പോൾ കണ്ടു അവിടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടെന്നുള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ മോനെയൊക്കെ എന്റെ മകനെയും കുടുംബമായിട്ട് അവർ വിളിച്ചു, അവിടെ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്യൂമർ അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെയും ചലിക്കുവാനിടയായി. അവര് കർത്താവിൽ വിശ്വസിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായിട്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച അവർ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആദ്യം അവർ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അവരെല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. ആദ്യം അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ചെന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ മുസ്ലിം എന്നുള്ള ഇത് മാറ്റിയിട്ട് അവർ ക്രിസ്ത്യൻ ആക്കി. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അധികാരികളോട് പറഞ്ഞിട്ട് അവിടെ ക്രിസ്ത്യൻ ആക്കി. നോക്കി അവരുടെ വിശ്വാസത്തിന്റെ ആ തീവ്രത എത്രയാണെന്ന് ഓർത്തെ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് തോറ്റു പോകുന്ന സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. ആമേൻ. അത്ഭുത വിടുതൽ കാണും ദൈവമക്കളെ എന്ന് മനസ്സിലാക്കിക്കേ. ദൈവത്തിന് സ്തോത്ര. ആ ദൈവത്തിന്റെ കാര്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ പ്രിയ സഹോദരി എന്റെ മകനെ അവരുടെ സ്നാനത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുവദിച്ചാല് ജൂൺ ഫസ്റ്റ് വീക്കിൽ അവർ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഞങ്ങൾ യുകെയിലായാലും അവിടെ ആയിരുന്നാലും ഒരു ദിവസം പോലും അടങ്ങിയിരിക്കാതെ ഞങ്ങൾ അനേക ഭവനങ്ങളിൽ കടന്നു പോകാനിടയായി. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നാം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുവാനിടയാവും. നമ്മളൊരു ആയുധമാക്കി കർത്താവിന്റെ കരങ്ങളിൽ അങ്ങ് തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മെ എവിടെ ആക്കിയിരുന്നാലും എന്റെ കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ. നാം ലജ്ജിതരായി തീരുവാൻ നമ്മളെ അനുവദിക്കുകയില്ല കർത്താവ്. നമ്മെ ഒരു നാൾ ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. എന്റെ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ അനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സമയം പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങളെ മേഖല എല്ലാം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മളൊന്നും മനസ്സിലാക്കുന്നു, എന്റെ കർത്താവിന്റെ വരവ് അടുത്തു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വല്ലവിധേനെ നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഞങ്ങൾക്കറിയാം, ഈ അൽക്കാമിന്റെ പ്രദേശത്ത് ഞങ്ങൾ അനവധി അത്ഭുതങ്ങൾ കണ്ടവരാണ്. അനവധി അത്ഭുതങ്ങൾ ഞങ്ങളുടെ കണ്ണാൽ കണ്ടവരാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറഞ്ഞു, യേശു പട്ടണത്തിൽ
കൂടി നടന്നു. ഹല്ലേലൂയ. അനവധി അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുമാറാക്കി കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജോയ്സിനൊക്കെ അറിയാം. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങള് ഭക്ഷണം പോലും ഉണ്ടാക്കുവാൻ മറന്നിരുന്നു. എന്നോട് പറയുന്നത് ആ വിടുതൽ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാനാ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങള് ഒത്തിരി സമയങ്ങളിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുവാനിടയായാലും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമക്കളെ, എന്റെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ കൃത്യ സമയത്തിന് വേണ്ടി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം വായിച്ചതുപോലെ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നാം താണിരിക്കാം. നിന്റെ സകല അവൻ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ട് പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.